നമസ്കാരം മിനിസ്റ്റർ ടോണ്ടമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഇന്ന് ആ വീഡിയോയുടെ ഒരു റിയാക്ഷൻ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. നമ്മുടെ ചെമ്പ് ഗോപിയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. ഒരു ഗർഭിണിയുടെ വയറ്റിൽ കൈവച്ചിട്ട് സുരേഷ് ഗോപി പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണല്ലേ. ഈ വൈറൽ കൈവെക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിടിക്കും. കാരണം ഇതുപോലെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുടെ വയറ് കുത്തി തുറന്ന് ശൂലത്തിൽ കത്തിച്ചു വെച്ച ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്താവും ആ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണ് കേരളത്തിൽ സുരേഷ് ഗോപി ഓരോ സ്ത്രീകളോടും ഇതുപോലുള്ള പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈതൃകം സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പൈതൃകത്തിനകത്ത് സുരേഷ് ഗോപിയുടെ അനിയനായിട്ട് പിന്നെ ജയറാമും അച്ഛനായിട്ട് നരേന്ദ്രപ്രസാദുമാണ് വരുന്നത്. അതിനകത്ത് നരേന്ദ്രപ്രസാദിനോട് സുരേഷ് ഗോപി പറയുന്ന ചില മാസ് ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾ ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. കാരണം സുരേഷ് ഗോപി ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം, കാരണം ബ്രാഹ്മണനായി ജനിച്ച് എനിക്ക് എൻ്റെ അയ്യനെ സേവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് അതൊരു ഗംഭീര ഡയലോഗ് തന്നെയാണ്. ആ ഡയലോഗ് കേട്ടിട്ട് കൈയടിക്കാത്ത ഒരാളും ഒരു പക്ഷെ ചിലപ്പം മലയാള സിനിമയിൽ ഉണ്ടാകില്ല. സിനിമയിൽ പറയുന്ന കാര്യങ്ങളല്ലല്ലോ ജീവിതത്തിൽ വരുമ്പോൾ. കാരണം മനസ്സിൽ കിടക്കുന്ന ആ സംഭവം പ്രത്യേകിച്ച് ചാണാൻ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സവർണ മേധാവിത്വത്തിന്റെ ആ ഒരു ഇത് സടകുടഞ്ഞെഴുന്നേൽക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിറ്റ് ഗോപി. എന്തായാലും ഈ ചെമ്പ് ഗോപി ചെമ്പ് കൊടുത്ത് ക്രൈസ്തവരെ പറ്റിച്ചതുപോലെ പല പല പുതിയ പുതിയ പരിപാടികളൊക്കെ ആയിട്ട് ആശാനിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ആണല്ലോ കേരളത്തിലേക്കും BJP ഒഴുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഇതുപോലുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സുരേഷ് ഗോപി പല സ്ഥലത്തും ചെന്നിട്ട് കെട്ടുപൊട്ടിച്ച് പൈസ കൊടുക്കുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഇതിനെക്കാട്ടിൽ വലിയ വലിയ കോമഡി സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ, അത് കിടിലൻ ഒരു വീഡിയോ തന്നെയാണ്. മേക്ക് ചെയ്തവൻ ആരാണെങ്കിലും അവനിക്ക് വലിയൊരു സല്യൂട്ട്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ റിയാക്ഷൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, കേൾക്കുക. ഒരു 5 വർഷത്തേക്ക് അവസരം തരും. 5 വർഷത്തേക്ക് തൃശ്ശൂർ തന്നാ പോരാ, കേരളം തരണം. തരൂ. ആ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ല അടിയും തന്ന് പറഞ്ഞേക്കും. എന്തിനാണ് നീ ഈ വേണ്ടാതിനത്തിന് പോകുന്നത്? പാലം കടക്കുമ്പോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കോരായണ എന്ന് പറയുന്ന തെണ്ടിത്തരം ഉണ്ടല്ലോ RSSകാരെ, അതങ്ങ് നിർത്തി വെച്ചാൽ മനസ്സിലായില്ലേ? പണി നീയൊക്കെ പാലും വെള്ളത്തിൽ വാങ്ങിക്കും. കേരളത്തിലുള്ളവർക്ക് ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് നിനക്കൊന്നും ഒരു അക്കൗണ്ട് ഒരു ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ശരിക്കു പറഞ്ഞാൽ അച്ഛൻ പഴയ ആചാരങ്ങളെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. 5000 കൊല്ലം പഴക്കമുള്ളത്. ലോകം വളരെ മാറി. മനുഷ്യന്റെ ബുദ്ധി അധ്വാന ശക്തിയും കൂടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം. അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തനമല്ല, തനി അന്ധവിശ്വാസമാണ് ഇതൊക്കെ. അത് തൽക്കാലം വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരെ ഏറ്റവും നികൃഷ്ടരായും അധമനായും അധകൃതനായും മാത്രം കണ്ടിരുന്ന നിങ്ങളുടെ ഈ ഒരു വൃത്തികേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇസ്ലാമിയരോ ക്രിസ്ത്യൻസോ ഒക്കെ ഉണ്ടായത്. നീ പറയുന്ന കണക്ക് എവിടുന്നോ കെട്ടിക്കേറി വന്നവരല്ല ഇവിടെയുള്ള ക്രിസ്ത്യൻസും ഇസ്ലാമിയരും. നിങ്ങളുടെ മതത്തിലുള്ളവർ തന്നെയാണ്. മതം മാറിയതാ നിന്റെയൊക്കെ അവഹേളനം സഹിക്കാൻ വയ്യാനിട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ 100% ഇസ്ലാമും ഈ ക്രിസ്ത്യൻസും ഒക്കെ, അതായത് ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല അവകാശികൾ, ഉടമസ്ഥരെന്ന് പറയുന്നത് ഈ ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത ഞങ്ങൾ നിവൃത്തികേടുകൊണ്ട് മതം മാറിയതാണ്. നിന്റെയൊക്കെ അവഗണന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്. പാണൻ, പറയൻ, പൊലയൻ, ചമ്മാൻ, ചക്കട്ടൻ. ഉള്ളിലെ മാലിന്യങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണോ, അതോ മനസ്സിലെ അമേദ്യത്തെ അമൃതായി കരുതി സ്വയം അഭിമാനിക്കുന്ന കൊണ്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപി ഇങ്ങനെ വായിലൂടെ വയറിളക്കുന്നത്. മറ്റ് വിഭാഗങ്ങളോടില്ലാത്ത അളിഞ്ഞ ആരാധന ബ്രാഹ്മണരോട് തോന്നുന്ന സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണരല്ലാത്തവരോട്, അതിലെ പല തട്ടുകളോട് എന്തായിരിക്കും വികാരം? അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. ഇതിനപ്പുറം എന്താ പറയണ്ടത്? ഒരു 5 വർഷത്തേക്ക് അവസരം തരൂ. കേരളത്തിലുള്ളവർക്ക് ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് നിനക്കൊന്നും ഒരു അക്കൗണ്ട് ഒരു ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. അത് നിന്റെയൊക്കെ ആൾ ഓ രാജഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസവും ഉണ്ട്. അതുള്ളത് കണ്ട് ഇവിടെ കയറി കൂത്തടിക്കാൻ ഒക്കത്തില്ല. ഇവിടെ നീ വിചാരിക്കുന്ന കണക്ക് ഇസ്ലാമിയരല്ല നിങ്ങളുടെ ഓപ്പോസിഷൻ, നിങ്ങളുടെ മതത്തിലുള്ളവർ തന്നെയാണ്. താഴ്ന്ന ജാതിക്കാരെ ഏറ്റവും നികൃഷ്ടരായും അധമനായും അധകൃതനായും മാത്രം കണ്ടിരുന്ന നിങ്ങൾ കേരളം തരൂ, തൃശ്ശൂരും തരൂ,
എന്ന് മാത്രം ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കരുത്. പാണൻ, പറയൻ, പൊലയൻ, ചമ്മാൻ, ചക്കട്ടൻ, കണ്ട കണക്കൊക്കെ പറയാൻ കുഴികുത്തി ഇലയിട്ട് അതിനകത്ത് ചോറ് കൊടുക്കുക. എന്തെല്ലാം ഇതായിരുന്നു പണ്ട്. പറയൻ കല്യാണം, അവന്റെ പെലയൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നമ്പൂരി പൂച്ചു അത്രേ. അപ്പൊ അവനിക്ക് ഐത്യമില്ല, നീക്കുന്നില്ലെന്ന് പറയും. നീക്കുന്നില്ലെന്ന് പറയാനുള്ള ധൈര്യം പെണ്ണിനുണ്ടായിരുന്നില്ല. ആ പറയുന്ന തമ്പുരാട്ടിക്ക് മുലക്കച്ചയുണ്ട്. പക്ഷെ നാട്ടിലുള്ള ബാക്കിയുള്ള താന്ന ജാതിക്കാർക്ക് മുലക്കച്ച പറ്റത്തില്ല. അവളെ മുല കാണാം. മനസ്സിലായില്ലേ? നിങ്ങൾ കാണിച്ച വൈകൃതത്തിന്റെ ആഫ്റ്റർ എഫക്ട് നിങ്ങളുടെ തന്നെ മതവിശ്വാസത്തിൽ നിന്ന് മാറി മറ്റു മതത്തിലേക്ക് പോയ ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരിവിടെയുള്ളവരെന്ന് പറയുന്നത്? ഇവിടെ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമെന്നാണ് ചോദിച്ചത്? ഇവിടെ വന്ന തുലിക്കനും തുലിക്കച്ചിയൊന്നും ഇവിടെ വന്ന് പെറ്റുകൂട്ടിയതല്ല. അങ്ങനെ വന്ന് ഇവിടെ നാഷണാലിറ്റി എടുത്തവരുമല്ല. ഇവിടെയുള്ള മനുഷ്യർ തന്നെ അസഹനീയമായി സഹിക്കാൻ വയ്യാത്തതിന്റെ അങ്ങേ പാരമ്പര്യയിൽ അവർ തീരുമാനിച്ച തീരുമാനമാണ്. കണക്കായി പോയിട കൊരങ്ങന്മാര്, RSS തെണ്ടികളെ. ഇതിനപ്പുറം എന്താ പറയണ്ടത്? ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ലേ? വയറ് നിറച്ച നില കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, കണക്കിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന സവർണ മേധാവിത്വത്തിന്റെ ആ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന മതവിഭാഗങ്ങളെല്ലാം ഇവിടെ മറ്റ് മതങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്ത് പോയെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഇപ്പോഴും ഞാൻ അയ്യനെ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അടുത്ത ജന്മത്തിൽ എനിക്ക് അയ്യനെ പൂജിക്കണം എന്നൊക്കെ ഇപ്പോഴും മാസ് ഡയലോഗ് പറഞ്ഞു നടക്കുന്ന ഈ സുരേഷ് ഗോപി എന്ത് ധാർമ്മ്യത ഉണ്ടായിട്ടായിരിക്കും ഈ തൃശ്ശൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആദിവാസി കോളനിയിലൊക്കെ ഇങ്ങനെ മൂടും താങ്ങി നിരങ്ങി നടക്കുന്ന ഇവൻ ഈ ആദിവാസി കോളനി കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു സാധാരണപ്പെട്ട ഒരാൾ വന്നിട്ട് പറയും, സാർ ഒന്ന് അമ്പലത്തിൽ കയറി എനിക്ക് കുളിക്കാതെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇവൻ അതോടൊപ്പം തന്നെ ഒരു ആദിവാസി കുട്ടീനെ ഉമ്മ വെച്ചിട്ട് കാറിൽ കയറി നിന്നിട്ട് തുടക്കുന്ന ഈ സുരേഷ് ഗോപിനെ, പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, കേരളത്തിന് അപമാനത്തിനുടമയെ കേരള സമൂഹം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവർ വാരിക്കോരി മറ്റത് കൊടുക്കുന്നു, കൊലോട്ട് കൊടുക്കുന്നു, ഒരു കോപ്പും കൊടുക്കുന്നില്ല. ഈ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് പല ആൾക്കാരിലേക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നത് ചെയ്യുന്നു, ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. എന്തായാലും പൈതൃകം സിനിമ കണ്ടവരാണെന്നെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ? ആ സിനിമയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സുരേഷ് ഗോപി, സഹോദരൻ പിന്നെ ജയറാം, അച്ഛൻ നരേന്ദ്രപ്രസാദ്, അമ്പലത്തിലെ ഒരു തിരുമേനിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് പറയുന്നുണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഇതിൽ തന്നെയാണ് അച്ഛനൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം സിനിമയിൽ മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഓർത്തു നോക്കാമായിരുന്നു. കാരണം ആ സിനിമയിൽ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ചാണകം ഈ പറയുന്ന സുരേഷ് ഗോപി ചവിട്ടില്ലായിരുന്നു. എന്താണല്ലോ ആ മനസ്സിലുള്ള ആ ഒരു സവർണ മേധാവിത്വം അല്ലെങ്കിൽ ആ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയാണ് ഇവരെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ അത് ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ RSSനും അതേപോലെ തന്നെ ഇവർക്കും കൊടുത്തിട്ടുള്ള ആ ഒരു മറുപടി കൊടുത്തിട്ടുള്ള ആ ഒരു സഹോദരിയുണ്ടല്ലോ, ബിഗ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. കാരണം നമുക്കൊന്നും അങ്ങനെ അത്രയും കടുപ്പിച്ച ഭാഷയിലൊന്നും പറയാൻ പറ്റില്ല. ഇവരൊക്കെ തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. മറ്റു വ്യത്യസ്ത വീഡിയോകളായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം NSTU Entertainment.